ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വേറൊരു സാധനം പരിചയപ്പെടുത്താവേ. ഇത് കണ്ട പാറ്റേൺ മേക്കർ. ഇത് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും ഒരെണ്ണം ഇത് വാങ്ങിക്കണം. പക്ഷെ ഒത്തിരി ഉപയോഗം നമുക്ക് ഇതുകൊണ്ടുണ്ട്. ഞാൻ ഇതിന്റെ ഉപയോഗങ്ങൾ ഓരോന്നും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിക്കോളൂ കുട്ടികളെ. ആദ്യം നമുക്ക് ഇതിന്റെ നെക്ക് വരച്ചെടുക്കാം. കണ്ടോ, ചിലപ്പോ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ അതൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒരു സ്ക്വയർ വരച്ചെടുക്കുക, എന്നിട്ടാണ് നമ്മൾ സാധാരണ നെക്ക് വരച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ അതൊന്നും ഇല്ല. നമുക്ക് എന്തുമാത്രം വൈഡ് വേണം അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ, നെക്ക് കിട്ടി. ഇനി നമുക്ക് അതിന്റെ ആം ഹോള് വരക്കണമെങ്കിൽ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ കൊണ്ട് വെച്ച് കൊടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത്, ഇത് ചെറിയ അളവാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. നമുക്കിത് വലുതാക്കുകയും ചെയ്യാം, എത്ര വേണമെങ്കിലും വലുതാക്കി കൊടുക്കാം. ഇപ്പൊ ഒരു വലിയ ആളുകളുടെ നെക്കാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. നമുക്ക് എത്ര വൈഡ് വേണം, എത്ര ലെങ്ത് വേണം എന്നൊക്കെ ഇതിനകത്തൊന്നും മെഷർ ചെയ്ത് കൊടുത്താച്ചാൽ മാത്രം മതി. എന്നിട്ടൊന്നും നോക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചൊന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ, എത്ര വൈഡ് വേണമെങ്കിലും എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആം ഹോളും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാം. കണ്ടോ, കൈക്കുഴി നമുക്ക് എന്തുമാത്രം ലെങ്ത് ആണോ നമുക്ക് വേണ്ടത് അതിനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുത്തേച്ചാൽ മതി. കണ്ടോ, അപ്പൊ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നമുക്ക് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് കർവാണ്. കണ്ടോ, ഇത് നമ്മൾ കൈ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ പെട്ടെന്നുള്ള പരിപാടി, എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മെഷർമെന്റ് കൊടുക്കുക, എന്നിട്ടേ ചെയ്യാവുള്ളൂ തന്നെ. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരുന്നേ ഉള്ളൂ. വരച്ചെടുക്കാൻ പെട്ടെന്ന്. കണ്ടോ, കൈയുടെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്ത് വേറെ സ്കെയിലിനൊന്നും പോട്ടെ, ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ പറ്റും. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ഇനി അതിനെ ഒന്ന് കർവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്താൽ മതി. കർവ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ബാക്ക് നെക്കിന് നമുക്ക് നല്ല ലെങ്തിലുള്ള ഒരു നെക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് നെക്കിൽ ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താല് സൂപ്പർ നെക്ക് നമുക്ക് കിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിലിന് പകരം യൂസ് ചെയ്യുക. റൗണ്ട് കോളറിന്റെ നെക്ക് കോളർ വരച്ചെടുക്കാം. കണ്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് കോളറിന്റെ കോളർ കിട്ടി നമുക്ക്. അത് എല്ലാവർക്കും വലിയ പാടാണ് ആ കോളറിൽ നിന്ന് വരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് വരച്ചു കൊടുത്ത് റൗണ്ട് കോളറുമായി. ഓക്കെ, ഇപ്പൊ ഇത്ര ഉപയോഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. നിങ്ങൾക്ക് ഇത് എന്തായാലും നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് വേണമെങ്കിൽ ഇവിടെ എന്റെ ഷോപ്പിൽ ഇത് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം. വേണ്ടവര് ഓർഡർ ചെയ്ത് വെച്ചാൽ മതി. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.